ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടത്തെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിക്കപ്പെട്ടു. അപകടത്തിൽ പരിക്കേറ്റ ആൾ ഇപ്പോഴും അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ. കണ്ടനകത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട സുന്ദരന്റെ ബൈക്കാണ് മോഷണം പോയത്. ഡിസംബർ 31-നായിരുന്നു അപകടം. എടപ്പാൾ കണ്ടനകത്ത് റോഡരികിൽ നിർത്തിയിട്ട ബൈക്കാണ് ഒരാഴ്ച മുൻപ് കാണാതായത് പറയുന്നത്. ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് ബൈക്ക് റോഡരികിൽ നിർത്തിയിട്ടിരുന്നത്. വാര്യത്ത് പള്ളിയാലിൽ സുന്ദരന്റെ KL 54N 4671 നമ്പറിലുള്ള ബൈക്കാണ് മോഷണം പോയതായി ബന്ധുക്കൾ പരാതി നൽകിയത്. ബൈക്ക് ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു ബന്ധുക്കളുടെ ധാരണ. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ബൈക്ക് ആരും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടില്ലെന്നും മോഷണം പോയതായും മനസ്സിലായത്. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കണ്ടനകം ചായകന്നൂർ റോഡിൽ വേളാമ്പള്ളിക്കാവ് ക്ഷേത്രത്തിന് അടുത്ത് വെച്ചിട്ടുള്ളതാണ് ബൈക്ക് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോഴും കാര്യമായിട്ടുള്ള പുരോഗതി ആരോഗ്യസ്ഥിതിയിൽ വന്നിട്ടില്ല. വലിയ സംഖ്യ ചികിത്സയ്ക്ക് ആവശ്യമാണ്. ഇയാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ഇവിടെ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്നിട്ട് രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് സമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എടപ്പാൾ കണ്ടനകം മാനക്കര റോഡിൽ 2024 ഡിസംബർ 31 ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. വേളാമ്പള്ളിക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുന്ദരൻ ഇപ്പോഴും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുകയാണ്. ബന്ധുക്കൾ പൊന്നാനി പോലീസിൽ പരാതി നൽകി. കേരള വിഷൻ, എടപ്പാൾ.